UPSC aspirants, welcome to IAS Basics. Essay റൈറ്റിംഗ് പൊതുവെ ആസ്പിറൻസിന് ഇമ്പോർട്ടൻ്റ് ആണെന്നറിയാം, പക്ഷേ നമ്മൾ അങ്ങനെ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്ത് ചെയ്യാറുമില്ല. സോ എസ്സേയുടെ കാര്യം വളരെ സ്പെസിഫിക്കലി പറയാം. മെയിൻസിനെ സംബന്ധിച്ചോളം 250 മാർക്സിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പേപ്പറാണ്. പക്ഷേ നമ്മൾ ആരും എസ്സേ എഴുതാറുണ്ടോ എന്ന് ചോദിച്ചാൽ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ യുവർ സെൽഫ്. ഒരു വർഷത്തെ പ്രിപ്പറേഷനിടയിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 5 എസ്സേ എങ്കിലും എഴുതിയിട്ടുണ്ടോ? നമ്മൾ എസ്സേയെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ GS പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, റൈറ്റിംഗ് എ 2-page ആൻസർ ഓർ റൈറ്റിംഗ് എ 3-page ആൻസർ ഫോർ 10 മാർക്ക് 15 മാർക്സ് പോലെയല്ല ഒരു എസ്സേ എഴുതേണ്ടത്. പ്രത്യേകിച്ച് അത്രയും പേജസ് നമ്മൾ ഇതിനകത്ത് എഴുതണമെങ്കിൽ ആ ഒരു ടൈപ്പ് എസ്സേ നമ്മൾ എഴുതി ശീലിക്കണം. നിങ്ങളുടെ അനാലിസിസ്, എക്സാമ്പിൾസ്, ഇല്ലസ്ട്രേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി ശീലിക്കാത്തടത്തോളം കാലം എസ്സേ ഈസ് ഗോയിങ് ടു ബി വെരി ടഫ്. GS പേപ്പേഴ്സ് മെയിൻസിൻ്റെ കറക്ഷൻ നോക്കുമ്പോൾ ഏകദേശം ടഫാണെങ്കിൽ എല്ലാവർക്കും ടഫാണ്. പക്ഷേ എസ്സേയിൽ ഇഫ് യു ക്യാൻ മേക്ക് ഔട്ട് ദ ഡിഫറൻസ്, എല്ലാവരും സ്കോർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾ എസ്സേയിൽ സ്കോർ ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഇഫ് യു മേക്ക് ദാറ്റ് എഫേർട്ട് യു ക്യാൻ സ്റ്റാൻഡ് ഔട്ട്, മേക്ക് യുവർ എസ്സേ സ്റ്റാൻഡ് ഔട്ട്. ആ എസ്സേ കറക്റ്റായിട്ട് അങ്ങനെ എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ മെയിൻസിൻ്റെ മാർക്കിങ്ങിൽ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. സോ അതുകൊണ്ട് ആദ്യമേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ മന്ത്ലി നമുക്ക് കുറച്ച് എസ്സേസ് എഴുതി ശീലിക്കണം. ഗെറ്റ് ഇൻ ടു എസ്സേ റൈറ്റിംഗ്. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഗിവ് യു എൻ അഡ്വാൻറ്റേജ് ഓവർ ദ മെയിൻസ് ആൻസർ റൈറ്റിംഗ്.